എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരു ജീവിതശൈലിയെക്കുറിച്ചാണ്. ആർക്കെങ്കിലും പ്രയോജനപ്പെടും എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ആ ജീവിതശൈലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു പരിചയക്കാരനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. അദ്ദേഹം വീട്ടിൽ ഉപയോഗിക്കുന്നത്. അതുപോലെ നാം ഇപ്പോൾ അദ്ദേഹത്തെ നോക്കിയാൽ പോലും നല്ല വില കൂടിയ ബ്രാൻഡഡ് ആയിട്ടുള്ള പാൻറ്റ്, ഷർട്ട്, ബെൽറ്റ്, അതുപോലെ ഷൂവ്, അതുപോലെ ബാഗ്, ഇങ്ങനെയെല്ലാം അദ്ദേഹം ഉപയോഗിക്കാറുണ്ട്. നല്ല വില കൂടിയ വാച്ച്, ഇതെല്ലാം ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ പലരും അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹം ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്, അതുപോലെ തന്നെ ശമ്പളം ഒരു ശരാശരി ശമ്പളം മാത്രമേ ഉള്ളൂ, എങ്കിലും ഇതുപോലെ ലക്ഷറി ലൈഫ് പോലെ തോന്നിക്കുന്ന രീതിയിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ മുന്നോട്ട് നീങ്ങുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് പലരും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയാണ്: ഞാൻ യാതൊരുവിധ ദുശീലങ്ങളും ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ സാധാരണ ആൾക്കാർക്ക് ദുശീലങ്ങൾ സന്തോഷവും സുഖവും കൊണ്ടിരുന്നുകൊണ്ടാണല്ലോ എല്ലാവരും ദുശീലങ്ങളുടെ പിറകെ പോകുന്നത്. ആ ദുശീലങ്ങൾ വഴി അവർക്ക് എന്തെങ്കിലും മേന്മ കിട്ടുന്നുണ്ട്, സന്തോഷവും സുഖവും ജീവിതം ആസ്വദിക്കാനും ഒക്കെ പറ്റുന്നുണ്ടെന്ന് അവർക്ക് തോന്നുന്നതുകൊണ്ടാണ് അവർ അതിൻ്റെ പിറകെ പോകുന്നത്. എന്നാൽ എനിക്ക് യാതൊരുവിധ ദുശീലങ്ങളും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ സുഖത്തിന്, എൻ്റെ സൗകര്യത്തിനും, എൻ്റെ ഒരു സ്റ്റാറ്റസ് സിമ്പലിനും മറ്റുള്ള സമൂഹം എന്നെ നോക്കിക്കാണുന്നതും എല്ലാം വളരെ ഒരു റിച്ച് ഫീലായിരിക്കണം, വളരെ ഒരു കുലീന സ്വഭാവം ഉണ്ടായിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമാണ്. അപ്പോൾ മറ്റു ദുശീലങ്ങൾക്കൊന്നും ഞാൻ പണം കളയുന്നില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ഉപയോഗിക്കുന്നു. നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് എൻ്റെ വീട്ടിലും ഞാൻ ഉപയോഗിക്കുന്നത്. അതുപോലെ നിങ്ങളിപ്പോൾ എന്നെ നോക്കുമ്പോഴും എല്ലാം അങ്ങനെയാണ് ഞാൻ ഉപയോഗിക്കാറ് എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അപ്പോൾ തോന്നിക്കാണും ഇത് ഒരു തരത്തിലുള്ള ധൂർത്തല്ലേ എന്ന്. ശരിയാണ്, കൂടുതൽ വില ഉള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ധൂർത്താണെന്ന് പറയാം. പക്ഷേ എങ്കിലും അയാളുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്താനും സന്തോഷിപ്പിക്കാനും എല്ലാം അതുവഴി സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് മറ്റ് ദോഷകരമായിട്ടുള്ള, മറ്റ് സമൂഹത്തിന് ദോഷം കൊടുക്കുന്ന, അല്ലെ കുടുംബത്തിന് പലതരം ദോഷങ്ങൾ കൊടുക്കുന്ന വേറെ ദുശീലങ്ങളിലേക്ക് അയാൾ പോകുന്നില്ല. അപ്പോൾ ഇത് അദ്ദേഹത്തിന് നേട്ടമാണ്. മാത്രമല്ല, നമ്മൾ വേറൊരു രീതിയിൽ ചിന്തിച്ചാൽ ബ്രാൻഡഡ് ആയിട്ടുള്ള വലിയ കടകളിൽ നിന്ന് മേടിക്കുമ്പോൾ നമ്മൾ ടാക്സ് കൊടുക്കുന്നുണ്ട്. ആ ടാക്സ് നമ്മുടെ രാജ്യത്തിന് മുതൽക്കൂട്ടാവും. അതുപോലെ പ്രൊഡക്ഷൻ, ആ ഒരു ഉൽപ്പന്നത്തിൻ്റെ പ്രൊഡക്ഷൻ കൂടും. ആ ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ട് എത്രമാത്രം ജോലിക്കാർ ഉണ്ട്, അതുപോലെ അത് മാർക്കറ്റ് ചെയ്യാൻ ജോലിക്കാർ, അതുപോലെ കടയിൽ സെയിൽസ് ചെയ്യാനായിട്ട് ആൾക്കാരുണ്ട്, അതുപോലെ നമ്മളത് വാങ്ങാൻ പോകുമ്പോൾ ഉള്ള ചിലവുകൾ, ഇങ്ങനെ പലതരം ചിലവുകൾ അവിടെ വരുമ്പോൾ രാജ്യത്തിന് പല രീതിയിൽ നാം പണം മുടക്കി അവരെയെല്ലാം വാസ്തവത്തിൽ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം ചില ദുശീലങ്ങൾ വഴിയായിട്ട് നമ്മുടെ ആരോഗ്യം പോകും, അതുപോലെ കുടുംബത്തിൻ്റെ ആരോഗ്യം പോകും, ഫാമിലി ലൈഫ് തന്നെ അവതാളത്തിലാവും. അങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്, അങ്ങനെ ഏറെ നൂലാമാലകളുണ്ട്. അതേസമയത്ത് ഇങ്ങനെ ബ്രാൻഡഡായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ആ ലക്ഷറി ലൈഫ് ആസ്വദിക്കാൻ പറ്റുന്നു, ക്വാളിറ്റി ലൈഫ് ആസ്വദിക്കാൻ പറ്റുന്നു, മറ്റുള്ളവർ നോക്കുമ്പോൾ ഒരു സമൂഹത്തിലൊരു വില കിട്ടുന്നു, മാന്യത കിട്ടുന്നു. അങ്ങനെ പല രീതിയിലും അയാൾക്കത് പ്രയോജനം വരുന്നുണ്ട്. നിങ്ങൾക്ക് ചിലർക്കെങ്കിലും അത് പ്രയോജനപ്പെട്ടേക്കാം എന്ന് കരുതി യാതൊരു നിവൃത്തിയില്ലാത്ത ഒരാൾക്ക് ഈ ഒരു സ്വഭാവത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ അയാൾ കടം വന്ന് ആകെ നശിച്ചു പോകും. അതേസമയത്ത് ഒരു ഇടനിലക്കാർക്കാണെങ്കിൽ പോലും ദുശീലങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന പല രീതിയിലുള്ള പണം അത് ഇങ്ങനെയുള്ള നല്ല രീതികളിലേക്ക്, അത് നമ്മുടെ ഒരു നല്ല ഒരു ഉപകരണമാണെങ്കിലും അത് കുടുംബത്തിന് മൊത്തം ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഒരു ഫീല്, അതിൻ്റെ ഒരു സന്തോഷവും സുഖവും ഒക്കെ കുടുംബത്തിന് മൊത്തമാണ് കിട്ടുക. നിങ്ങളുടെ പല ദുശീലങ്ങളും നിങ്ങൾ മാത്രമാണ് അനുഭവിക്കുന്നത്, എന്നിട്ട് അതിൻ്റെ ദുരിതവും കൂടി പിന്നീട് അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഈ ശൈലി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് പറ്റാവുന്നതാണെങ്കിൽ നിങ്ങളത് ചെയ്യുക.